IPL മാച്ച് നമ്പർ 6 ഇന്നലെ അവസാനിച്ചപ്പോൾ രാജസ്ഥാനെ പരാജയപ്പെടുത്തി കൊൽക്കത്ത ടൂർണമെന്റിലെ ആദ്യ വിജയം നേടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച് കൊൽക്കത്ത ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ നല്ല തുടക്കമായിരുന്നു രാജസ്ഥാന് ലഭിച്ചത്. ആദ്യ വിക്കറ്റിൽ 33 റൺസ് കൂട്ടിച്ചേർത്ത് സഞ്ജു പുറത്തായപ്പോൾ പവർ പ്ലേയിൽ 54 രാജസ്ഥാൻ നേടിയത്. എന്നാൽ പവർ പ്ലേ കഴിഞ്ഞ് 6ാം ഓവറിൽ സ്പിൻ എത്തിയതോടെ രാജസ്ഥാൻ കളി അടിയറവ് വയ്ക്കുകയാണ് ചെയ്തത്. സ്പിന്നേഴ്സിന് പർച്ചേസ് കിട്ടിയിരുന്ന ട്രാക്കിൽ സ്ട്രൈക്ക് റൊട്ടേഷനിൽ ഫോക്കസ് ചെയ്യാതെ സ്പിന്നേഴ്സിനെ തന്നെ അറ്റാക്ക് ചെയ്യുക എന്ന ഗെയിം പ്ലാൻ RR ബാറ്റേഴ്സ് നടപ്പിലാക്കിയപ്പോൾ 67-ന് 1 കടന്ന ടീം 4 ഓവർ കൊണ്ട് 82-ന് 5 എത്തിയിരുന്നു. പിന്നീട് ധ്രുവ് ജൂറൽ, ആർച്ചർ എന്നിവരുടെ ബാറ്റിംഗിന്റെ പുറത്താണ് ടീം ടോട്ടൽ 151 എത്തിയത്. സ്പിന്നേഴ്സ് വിക്കറ്റ് എടുത്തപ്പോൾ തന്നെ രഹാനെ എന്ന ക്യാപ്റ്റൻ വളരെ പ്രോആക്റ്റീവായി ഗ്രൗണ്ടിൽ കാണപ്പെട്ടിരുന്നു. ഒരു T20 മത്സരത്തിന്റെ 13ാം ഓവറിൽ പോലും സ്ലിപ്പ് കൊടുക്കാനും താരം ശ്രമിച്ചിരുന്നു. ഓവറോൾ വളരെ മികച്ച രീതിയിൽ രഹാനെ ബൗളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്തു. പിച്ച് കണ്ടീഷൻസിനെ യാതൊരു രീതിയിലും റെസ്പെക്ട് ചെയ്യാത്തൊരു ഗെയിമായിരുന്നു രാജസ്ഥാനിലെ ബാറ്റേഴ്സ് ഇന്നലെ കളിച്ചത്. അറ്റാക്ക് എന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്ന് പോലും മത്സരം കണ്ടപ്പോൾ തോന്നിയിരുന്നു. കാരണം ഓൾറെഡി സ്പിന്നേഴ്സിന് വിക്കറ്റ് കൊടുത്ത ജയ്സ്വാൾ, പരാഗ് എന്നിവർ ഔട്ടായപ്പോൾ സ്പിന്നേഴ്സിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഹസിരംഗയെ പ്രൊമോട്ട് ചെയ്ത് ദ്രാവിഡ് വിട്ടിരുന്നു. കൊൽക്കത്ത ബാറ്റേഴ്സ് ചെയ്തതുപോലെ സ്ട്രൈക്ക് റൊട്ടേഷനിൽ ഫോക്കസ് ചെയ്യാനോ മോശം പന്തുകളെ മാത്രം അറ്റാക്ക് ചെയ്യാനോ RR ശ്രമിച്ചില്ല. 50% ഗെയിം ഈ മെന്റാലിറ്റി കൊണ്ട് തന്നെ ടീം തോറ്റു. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആർച്ചർ മികച്ച ഒരു ഫസ്റ്റ് ഓവർ എറിഞ്ഞപ്പോൾ 41-ന് 1 എന്ന നിലയിലായിരുന്നു പവർ പ്ലേ KKR അവസാനിപ്പിച്ചത്. നരേന്റെ അഭാവത്തിൽ മൊയിൻ അലിയെ ഓപ്പണിംഗ് ഇറക്കിയ തീരുമാനം അത്ര നല്ലതായി തോന്നിയിരുന്നില്ല. കാരണം അലി നന്നായി തന്നെ പവർ പ്ലേയിൽ സ്ട്രഗിൾ ചെയ്തിരുന്നു. എന്നാൽ പവർ പ്ലേ കഴിഞ്ഞ മിഡിൽ ഓവേഴ്സിൽ ഒരു രീതിയിലുള്ള സമ്മർദ്ദവും KKR ബാറ്റിംഗിന് മുകളിൽ രാജസ്ഥാന് കൊടുക്കാൻ സാധിക്കാതെ പോയതോടെ ചേസ് വളരെ ഈസിയായി മാറിയിരുന്നു. ഡീകോക്ക് ഈ പിച്ചിൽ എങ്ങനെ കളിക്കണമെന്നതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളായിരുന്നു മത്സരത്തിൽ കാണിച്ചത്. ലൂസായി വരുന്ന പന്തുകളിൽ മാത്രം അറ്റാക്ക് ചെയ്ത് ബൗണ്ടറി നേടാനും ശേഷിക്കുന്ന പന്തുകളിൽ സിംഗിൾ നേടി സ്ട്രൈക്ക് റൊട്ടേഷൻ ചെയ്യാനുമാണ് താരം ഇന്നിംഗ്സിലുടനീളം ചെയ്തത്. 61 പന്തിൽ പുറത്താകാതെ 97 നേടിയ താരം തന്നെയാണ് KKRനെ വിജയിപ്പിച്ചതും. 20-കാരൻ അങ്കുരിഷ് രഘുവംശിയും ക്യാപ്റ്റൻ രഹാനെയും ഡീകോക്കിന് സപ്പോർട്ട് നൽകിയിരുന്നു. തീക്ഷ്ണ, ഹസിരംഗ തുടങ്ങിയ രാജസ്ഥാനിലെ പ്രധാന 2 സ്പിന്നേഴ്സും മൂർച്ചയില്ലാത്ത ആയുധമായി തോന്നിയപ്പോൾ അശ്വിൻ, ചഹൽ തുടങ്ങിയ 2 താരങ്ങൾ ഈ ടീമിന്റെ ബൗളിംഗിൽ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന കാര്യം ഈ മത്സരം എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. പാർട്ട് ടൈമറായ റിയാൻ പരാഗ് മെയിൻ സ്പിന്നേഴ്സായ ഈ 2 പേരെക്കാളും ബെറ്റർ എക്കോണമി ഇന്നലെ കീപ്പ് ചെയ്തിരുന്നു. ആദ്യ മത്സരത്തിൽ പരാഗിന്റെ ക്യാപ്റ്റൻസി ക്വസ്റ്റ്യനബിൾ ആയിരുന്നുവെങ്കിൽ ഇന്നലെ ബെറ്ററായി തന്നെ താരം കാണപ്പെട്ടിരുന്നു. ടീമിന്റെ ബൗളിംഗ് ദൗർബല്യങ്ങളാണ് രാജസ്ഥാൻ ഇന്നലെ പരാജയപ്പെടുത്തിയത്. ഇതിപ്പോൾ സഞ്ജു തിരികെ ക്യാപ്റ്റനായി വന്നാലും ബൗളിംഗ് ഇങ്ങനെയാണെങ്കിൽ വലിയ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ആകെ ബെറ്ററായി ചെയ്യാമെന്ന് തോന്നുന്നത് ദേശ്പാണ്ഡെയെ പവർ പ്ലേയിലും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. സ്കിഡി പേസുള്ള ദേശ്പാണ്ഡെയെ ന്യൂ ബോൾ കൊണ്ട് CSK സ്ഥിരമായി പവർ പ്ലേയിൽ ഉപയോഗിക്കുമ്പോൾ താരം വിക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ RR ദേശ്പാണ്ഡെ ഒരു പ്രോപ്പർ ഡെത്ത് ബോളറായിട്ടാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും രാജസ്ഥാന് ഈ സീസൺ ഒട്ടും എളുപ്പമായിരിക്കില്ല എന്ന കാര്യം ആദ്യ 2 മത്സരങ്ങൾ തന്നെ എടുത്തു കാണിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ ധ്രുവ് ജൂറലിന്റെ 33-ന്റെ പിൻബലത്തിൽ 151 ആദ്യ ബാറ്റ് ചെയ്ത് രാജസ്ഥാൻ എടുത്തത്. എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഡീകോക്ക് മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ 18ാം ഓവറിൽ 8 വിക്കറ്റിന് KKR ജയിക്കുകയാണ് ചെയ്തത്. ഡീകോക്ക് തന്നെയാണ് കളിയിലെ താരവും.